നമസ്കാരം കുട്ടികളെ, നിങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നോ? പഠിപ്പിക്കുന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? കൃത്യമായി എഴുതി തീർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് എഴുതാൻ തരുന്നതൊക്കെ നല്ല കുട്ടികളാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ടാവണം. അപ്പോ നമുക്കിത് തുടങ്ങിയാലോ? പാഠം 10 എല്ലാവരും 84-ാമത്തെ പേജിലേക്ക് വന്നേ. 84-ാമത്തെ പേജിലേക്ക്. ഇവിടെ എന്താ ഉള്ളത്? ഒരു വെളുത്ത നിറമുള്ള ആന ഉണ്ടല്ലേ. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? ഐരാവതം. എന്താ വിളിക്കുക? ഐരാവതം എന്ന് പറയും. ഐരാവതം. ഐ എന്ന അക്ഷരം കണ്ടോ? ഐ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം കണ്ടോ നിങ്ങൾ ഇവിടെ? കണ്ടോ? സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. ഐ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം നോക്കിക്കേ. അപ്പോ എപ്പോഴും നമ്മൾ ഈ ഐ എന്ന അക്ഷരം എഴുതണം എന്നില്ല. ഈ ചിഹ്നം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കണം? നമുക്ക് തന്നേക്കുന്ന വാക്കിന്റെ കൂടെ ഐ ചേർത്ത് വായിക്കണം അല്ലെ? ശരി. ഐരാവതം. ഐരാവതം. എന്തായത്? ഐരാവതം. അപ്പൊ ഇവിടെ കുത്തി യോജിപ്പിച്ച് എഴുതാലോ നിങ്ങൾക്ക്. ഐരാവതം. ഐരാവതം. അതായത് ഐരാവതം ആണ്. ഓക്കെ, നോക്കിക്കേ. നോക്കി വായിക്കാം, എഴുതാം. എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ നോക്കി വായിക്കാൻ പോകുന്നത്? ഐക്യം. ഇതെന്താ ഇത്? ഐക്യം. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമ. നമ്മൾ ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഐക്യം എന്ന് പറയും. എന്ത് പറയും? ഐക്യം. ഐവർ. അടുത്ത എന്താ? ഐവർ. പിന്നെയോ കൈ. എല്ലാവരുടെയും കൈ ഒന്ന് ഉയർത്തി കാണിച്ചേ. കൈ. കൈ. പിന്നെയോ കൈത. അടുത്ത എന്താണ്? കൈത. ഒന്നുകൂടെ വായിക്കാം. ഐക്യം, പിന്നെ ഐവർ, കൈ, കൈത. ഒന്നുകൂടെ. ഐക്യം, ഐവർ, കൈ, കൈത. നിങ്ങൾ ഇവിടെ എഴുതുമല്ലോ. എഴുതി പരിശ്രമിക്കണം, എഴുതി ശീലിക്കണം. പിന്നെ ഇന്ദ്രന്റെ ആന ഐരാവതം. നമുക്ക് ചുറ്റും ഏത് നിറമുള്ള ആനയാ കാണാറുള്ളത്? കറുപ്പ് നിറമുള്ള ആനയല്ലേ കാണാറ്. അപ്പൊ ഈ വെളുപ്പ് നിറമുള്ള ആനയെ നമുക്ക് എവിടെ കാണാൻ കിട്ടും? ഇത് ആരുടെ ആനയാണെന്ന് അറിയാമോ? ഇത് ഇന്ദ്രൻ എന്നു പേരുള്ള ഒരു ദേവന്റെ ആനയാണ്. ഇന്ദ്രന്റെ ആന ഐരാവതം. ഇന്ദ്രന്റെ ആന ഐരാവതം. ഒന്ന് പറഞ്ഞേ. ഇന്ദ്രന്റെ ആന. പറ. ഇന്ദ്രന്റെ ആന ഐരാവതം. എങ്ങനെയാണ്? ഐരാവതം. നമുക്ക് ഒന്നുകൂടെ വായിച്ചാലോ? ഐരാവതം. ഐക്യം. നിങ്ങൾ പറഞ്ഞേ. ഐക്യം, ഐവർ, ഐവർ, കൈ, കൈ, കൈത. എന്തായത്? കൈത. അപ്പൊ ശരി, നമുക്കിനി അടുത്ത പാഠത്തിലേക്ക് പോവാം. പാഠം 11 ഓ എന്ന അക്ഷരമാണ്. ഇവിടെ ഒട്ടകം. കണ്ടോ? ഒട്ടകത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാരും ഒട്ടകത്തിനെ കണ്ടിട്ടില്ലേ? ഓ, ഒട്ടകം. ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം കണ്ടോ നിങ്ങള്? ഇവിടെ ചിഹ്നം കണ്ടോ? ഓ എന്ന അക്ഷരത്തിന്റെ? സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. കണ്ടോ? നോക്കിയേ. ഒട്ടകം. കുത്തി യോജിപ്പിച്ച് എഴുതാം. ഓ ട കം. ഒട്ടകം. 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 നോക്കി വായിക്കാം, എഴുതാം. എന്താ ഇവിടെ ഉള്ളത്? ഒരുമ. എന്തായത്? ഒരുമ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഐക്യം എന്നുള്ള ഒരു വാക്ക്? അതുപോലെ തന്നെയാണ് ഒരുമയും. ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോ അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഒരുമ. പിന്നെ ഒരുക്കം. എല്ലാവർക്കും ഒരുങ്ങാൻ ഇഷ്ടമാണോ? ഒരുക്കം. പിന്നീട് കൊടി. എന്തായത്? കൊടി. എന്തായത്? കൊടി. കൊടി കണ്ടിട്ടില്ലേ? എല്ലാരും കൊടി കണ്ടിട്ടുണ്ടല്ലേ? അടുത്തതോ പൊടി. ഇതെന്താ ഇത്? പൊടി.
അതായത് പൊടി. അപ്പൊ ഒരുമ, ഒരുക്കം. ഒരുക്കം എന്ന് പറഞ്ഞാൽ എന്താ? തയ്യാറാവുക അല്ലെ? തയ്യാറാവുക. പിന്നെ പൊടി, പൊടി. ഒരുമ, ഒരുക്കം, പൊടി, പൊടി. ഒരുമ, ഒരുക്കം, പൊടി, പൊടി. നോക്കിങ്ങനെ ഇവിടെ എല്ലാം എഴുതി ശീലിക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം എഴുതണം. പിന്നെ എന്താ ഇവിടെ ഉള്ളത്? ഈ വാക്യം എന്താ? ഓ ഓ ഒട്ടകം, ഉയരമുള്ള ഒട്ടകം. ഒട്ടകത്തിന് എന്തുണ്ട്? നല്ല പൊക്കമുണ്ട് അല്ലെ? നല്ല ഉയരമുണ്ട്. മരുഭൂമിയിലെ വാഹനം. ഒട്ടകം എവിടെയാണുള്ളത്? മരുഭൂമിയിലാണല്ലേ? അപ്പൊ മരുഭൂമിയിലെ ആൾക്കാര് എന്ത് ചെയ്യും? വാഹനമായിട്ട് ഒട്ടകത്തിനെ ഉപയോഗിക്കും അല്ലേ? അപ്പൊ ഓ ഓ ഒട്ടകം, ഉയരമുള്ള ഒട്ടകം, മരുഭൂമിയിലെ വാഹനം. ഓ ഓ ഒട്ടകം, ഉയരമുള്ള ഒട്ടകം, മരുഭൂമിയിലെ വാഹനം. മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടെ വായിച്ചാലോ? ഓ ഒട്ടകം, ഒരുമ, ഒരുക്കം, പൊടി, പൊടി. പിന്നെ നമ്മൾ എന്താ വായിച്ചേ? ഓ ഓ ഒട്ടകം, ഉയരമുള്ള ഒട്ടകം, മരുഭൂമിയിലെ വാഹനം. മനസ്സിലായോ കുട്ടികൾക്കെല്ലാം? കൃത്യമായിട്ട് മനസ്സിലായോ? ശരി, നന്ദി.